ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ലോട്ടോ. ഇന്ന് ഞാൻ റേഡിയോ സ്റ്റേഷൻ്റെ എൻ്റെ തൊട്ടപ്പുറത്ത് റേഡിയോ സ്റ്റേഷൻ്റെ തൃശ്ശൂർ പറപ്പുരം ഈ ഭാഗത്ത് ചെറിയൊരു ട്രിപ്പായിട്ട് വന്നിട്ടുള്ളതാണ്. ചെറിയ ട്രിപ്പ് വെച്ചാൽ ഇവിടുന്ന് ഈ നമ്മുടെ മുളമത്ത വരെ പോയി. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി. ഈ വണ്ടിയുടെ വിശേഷങ്ങൾ മുന്നേ പല വീഡിയോയിലിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. ഈ വണ്ടിയുടെ വിശേഷം എന്ന് പറഞ്ഞു വെച്ചാൽ പലരും പല രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഈ വണ്ടി ഇറക്കാൻ എത്രയായി, ഇതിൻ്റെ എക്സ്റ്റീരിയലും ഇൻറ്റീരിയലും വർക്കിന് വേണ്ടി എത്ര എക്സ്പെൻസായി, ഇതൊക്കെയാണ് പലരും ചോദിച്ചിട്ടുള്ളത്. പലരും പല രീതിയിലാണ്. ഈ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ഈ 40 സീറ്റ് പുഷ്പക് സീറ്റ് വണ്ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് 38 സംതിങ്ങാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒരുപാട് വർക്ക് വെച്ചാൽ ടൂറിസ്റ്റായിട്ട് ഇറക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ടൂറിസ്റ്റ് ബസ്സിന് എത്ര ഇറക്കിയാലും പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള വർക്കുകളൊക്കെ ചെയ്തു. ഞാൻ അഡീഷണൽ ചെയ്തിട്ടുള്ള ഓരോന്നും ഞാൻ എടുത്ത് പറയാട്ടോ. ഇതിൽ ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് വരാം. ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന പോർഷൻ, അടിയിൽ ബമ്പർ, ഈ കാണുന്ന പോർഷൻ ഇവിടുന്ന് അങ്ങോട്ട് കമ്പ്യൂട്ടർ ഞാൻ മാറിയിട്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ ബമ്പറല്ലത്. ഇതൊക്കെ നമ്മൾ അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. രസമുണ്ടോ? അപ്പോൾ അങ്ങനെ ഓരോന്നും എടുത്ത് പറയാം. അതുപോലെ ടൂറിസ്റ്റ് ബസ്സിലെല്ലാവരും ഈ മിറർ വരും. ഇവിടെ മൊത്തത്തിൽ പറയുന്നത് കൊമ്പെന്നാണ്. ഈ ടൈപ്പ് മിറർ വരും. അപ്പോൾ ഇത് ചില ഡ്രൈവർമാർക്ക് കംഫർട്ടബിൾ അല്ല. പക്ഷേ എനിക്കിത് കംഫർട്ടാണ് ഇത് ഓടിക്കാൻ. കാരണം നമ്മൾ കേരളം വിട്ടിട്ട് വിദേശ രാജ്യങ്ങളിൽ ട്രക്ക് ബസ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മിറർ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഓടിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ദുബായിലായിരുന്നു കുറച്ച് വർഷം. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കമ്പനിക്ക് പ്രശ്നമില്ല. റൈറ്റ് സൈഡത്തെ പ്രശ്നമുണ്ട്, ലെഫ്റ്റ് സൈഡത്തെ പ്രശ്നമില്ല. അത് കറക്റ്റ് നമുക്ക് ബാക്ക് പോർഷൻ വരെ കിട്ടില്ല. ഈ ടയറിൻ്റെ മുകളിൽ വരുന്ന ഇതിന് നമ്മൾ മൺകാട് എന്നാണ് ശരിക്കും പറയുന്നത്. വേറൊരു പേരുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അത് 4 വീലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീസൽ കപ്പാസിറ്റി വരുന്നത് 150 ലിറ്ററാണ് കേട്ടോ. 180 ആണോ 150 ആണോ ഒരു ഡൗട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 180 ആയിരിക്കും. ഈ ഭാഗത്ത് പറഞ്ഞ ഈ ബോക്സാണ്, രണ്ടും ലോക്കാണ്. ഇവിടെയാണ് ആർട്ട് ബ്ലൂ വരുന്നത്. ആർട്ട് ബ്ലൂ നമുക്ക് 20 ലിറ്ററാണ് കേട്ടോ. ആർട്ട് ബ്ലൂ 20 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ് ആർട്ട് ബ്ലൂ. അത് നമ്മൾ മീറ്റർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഹൈ റേഞ്ച് വരുമ്പോൾ ഒരുപാട് ഇത് കത്തിപ്പോവും. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് 2 കട്ടാക്കുമ്പോൾ നമ്മൾ റീഫിൽ ചെയ്താൽ മതി. ഇതിനടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യം വെച്ചാൽ ഈ സ്റ്റിക്കർ വർക്കിന് എത്രയാണ്, ഈ സ്റ്റിക്കർ വർക്ക് എവിടെ ചെയ്തു, ഇതിന് എക്സ്പെൻസ് എത്രയായി. ഈ സ്റ്റിക്കർ വർക്കിന് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പെൻസ് ഞാൻ പറയാം. ഇതിന് മാത്രം എനിക്ക് 2 സൈഡിലും കൂടിയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡും കൂടിയിട്ട് 15,000 രൂപ വന്നു. ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ പാലിക്കര ടോൾ കഴിഞ്ഞിട്ട് മണലി പാലത്തിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ എറണാകുളം റൂട്ടിൽ അവിടെ ശ്രീരാജ് എന്ന് പറഞ്ഞ 2 പിള്ളേരുണ്ട്. രണ്ട് ബെസ്റ്റ് പിള്ളേർ തന്നെയാണ്. അവരാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞാൽ മതി, അവരുടെ നമ്പർ ഞാൻ തരാം. 4 ടയറിലും ഈ വീൽ കപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വീൽ കപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കാലടിയിൽ സിസിര എന്ന് പറഞ്ഞ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പിലാണ്. കൊമ്പ് ചെയ്തിട്ടുള്ളത്, ഈ വീൽ കപ്പ് ചെയ്തിട്ടുള്ളത്, അതേപോലെ ഈ സൈഡിലുള്ള കർട്ടൻ കംപ്ലീറ്റ് ഇട്ടിട്ടുള്ളത് നമ്മുടെ കാലടി സിസിര എന്ന് പറഞ്ഞ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പ്. വണ്ടി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടാ. എൻ്റെ വണ്ടി ആയതുകൊണ്ട് പറഞ്ഞല്ല. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് ഈ സീറ്റ് 70 എന്നുള്ള അർത്ഥം. അറിയാം, എന്നാലും ഫസ്റ്റ് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരെ തോന്നും ഇല്ലേ. ഇതിൻ്റെ അർത്ഥം ഒരു ആൾക്കാർക്ക് അറിയാമെന്നറിയാം. മധുര 17. ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് എമർജൻസി എക്സിറ്റ്. സപ്പോസ് നമുക്ക് എന്തെങ്കിലും എമർജൻസി മറ്റുള്ള ഡോറുകളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ നമുക്ക് ഇത് വളരെ ഉപയോഗപ്രദമാകും. എമർജൻസി എക്സിറ്റ് കണ്ടില്ലേ. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പുറമെന്ന് ആരെങ്കിലും എന്നിട്ട് ഗ്ലാസ് ബ്രേക്ക് ചെയ്യണം. ഇതിൽ പ്രത്യേകിച്ച് ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ. എമർജൻസി ബ്രേക്ക് ദി ഗ്ലാസ് ആൻഡ് പുൾ ദി ലിവർ ടു ഓപ്പൺ ദി ഡോർ. ഇതിലാണ് അതിൻ്റെ ലിവറിൻ്റെ ഉള്ളിലാണ്. ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്യണം, തട്ടിപ്പൊട്ടിക്കണം. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ആങ്കറിൻ്റെ സ്റ്റിക്കർ വർക്ക്, ഇതിന് അഡീഷണൽ പൈസ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഒരു 5,000 ദിർഹത്തിൻ്റെ അവിടെ, സോറി ഞാൻ ദുബായിലായിരുന്നു, എപ്പോഴും അടുത്ത് പറയണം, എപ്പോഴും തരാമെന്ന് ഓർമ്മ ഉണ്ടാവുള്ളൂ വരുന്നത്. റിയലി സോറി, 5,000 രൂപയുണ്ട് കേട്ടോ ഈ ആങ്കർ വർക്കിന്. 2 സൈഡിലത്തെ ഒരു 15 ഇതടക്കം
ഈ ബാക്കിലെ ആങ്കർ അടക്കം 20 വന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഈ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡാണ്. ഈ നമ്മുടെ ഈ രേഖ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ വർക്കൊക്കെ നമ്മൾ ഈ 20,000 ഇൻക്ലൂഡഡാണ്. അതുമാതിരി സ്വീറ്റ് 70 ഇതുള്ള സ്റ്റിക്കർ ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡാണ്. ഫ്രണ്ടിൽ നെയിൻ ബോർഡ് നമ്മൾ വണ്ടി വരുമ്പോൾ അടിച്ചിറക്കിയിട്ടുള്ളതാണ്. അത് വേറെ സ്ഥലത്ത് ചെയ്തിട്ടുള്ളത്. അതിന് തന്നെ 3,500 ആയിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. പല വണ്ടിക്ക് ഉണ്ട്. അതായത് ഞാനെടുത്ത് പറയാണ്, നിങ്ങൾക്ക് എവിടേക്കുള്ള ടൂർ പ്രോഗ്രാം ഓൾ ഇന്ത്യ എവിടേക്ക് വേണമെങ്കിലും പറഞ്ഞാൽ നമുക്ക് പോകാം. കാരണം ഇതിൽ ഒരുപാട് നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഡിക്ക് സ്പേസൊക്കെ നമ്മൾ കണ്ടില്ലേ, പൊളിച്ചിട്ട് വലുതാക്കി പറഞ്ഞതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് പൊളിച്ചിട്ട് ഒരുപാട് സ്പേസ് ആക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ അവിടെ CD വെച്ചിട്ടില്ലേ, പിന്നെ അഡീഷണൽ ഒരു CD ഇവിടെ ഇടും. അത് നമ്മളിതിൽ ഫിറ്റ് ചെയ്തേക്കല്ല, ആവശ്യം വരുമ്പോൾ അതിൽ വയ്ക്കും. എന്നിട്ട് നമ്മുടെ ലഗേജൊക്കെ നമ്മളിതിൻ്റെ മുകൾ വശത്ത് കയറ്റി വയ്ക്കും. ഒരുപാട് സ്പേസിൻ്റെ ഒരു മുകൾ വശത്തിട്ടോ. ടോപ്പിൽ കാണുന്ന ബ്ലാക്ക് കളറിലുള്ള ഒരു നീളത്തിലുള്ള ഒരു കാരിയർ കണ്ടില്ലേ, അതാണ് നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ് കേട്ടോ. ഇതാണ് ഡിക്ക് സ്പേസ് വരും കേട്ടോ. ഒരുപാട് ലഗേജ് വെക്കാനുള്ള സ്പേസ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് ഇത് വരി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് വണ്ടിയിലെ ഓരോ സാധനങ്ങളാണ്. ജമ്പർ കേബിൾ, അതുപോലെ വണ്ടിയിലെ വാഷികൾ, ബ്രഷുകൾ, ബോർഡ്, ഒരുപാട് സ്പേസ് ഉണ്ട് കണ്ടില്ലേ, ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ടൂർ പോവാം. എവിടേക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ലോങ് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുന്നേ പറയണം. കാരണം ഇതിന് ഒരുപാട് പ്രൊസീജിയർ, നമുക്ക് പെർമിറ്റ് എടുക്കണം. അതുമാതിരി കർണാടക പോകണമെങ്കിൽ നമുക്ക് അഡീഷണൽ എക്സ്ട്രാ ചാർജ് വരും. അവിടെ എക്സ്ട്രാ നമ്മൾ ടാക്സ് അടയ്ക്കണം. എത്ര 36 സംതിങ്. അപ്പോൾ ട്രിപ്പ് പോകണവരൊക്കെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, പിന്നെ ടൈം വിളിക്കാം. ഈ ബോർഡിൽ കാണുന്ന രേഖ എന്ന് പറഞ്ഞാൽ നെയിൻ ബോർഡ് നമ്മൾ വണ്ടി ടാറ്റന് ഇറക്കി കൊണ്ടുവരുന്ന സമയത്ത് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബോർഡ് ഇതിൽ പെട്ടതല്ല, അത് അഡീഷണൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ ബോർഡിൽ വൈറ്റ് കളറുള്ള ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട്, അവർ 2 ഓറഞ്ച് കളർ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സംശയമില്ല, ഈ മിറർ ശരിക്കും നമുക്ക് ഡ്രൈവർമാർക്ക് ഒരുപാട് ഗുണമുള്ള ഒരു മിററാണ് ഈ സാധനം. ഇതിൽ ശരിക്ക് ആളുകൾക്ക് അറിയില്ല. ഇത് നമ്മൾ പുറം രാജ്യങ്ങളിൽ പറഞ്ഞിട്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം. പിന്നെ ഈ റൈറ്റ് സൈഡിലും നമുക്ക് എമർജൻസി എക്സിറ്റ് ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് മാച്ച് ചെയ്തിട്ട് ബ്രേക്ക് ദി ഗ്ലാസ്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടികൾക്ക് ഉണ്ട്, എന്തായാലും ഞാൻ എടുത്ത് പറയാണ്, ഇത് ഫിക്സ് ക്ലാസ് വണ്ടിയാണ് കേട്ടോ. അത് നമ്മൾ നോൺ AC ആയിട്ട് ഓടില്ല. എപ്പോഴും നമ്മൾ ഓടുമ്പോൾ AC ആയിട്ട് ഓടുള്ളൂ. അതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട. കാരണം ഇത് AC യോട് കൂടി വരുന്ന വണ്ടി. അതിന് നോൺ ACക്ക് കുറച്ച്, AC കൂടുതൽ, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമ്മുടെ അടുത്തില്ല. ഇത് വിത്ത് AC ഓടാൻ പറ്റില്ല എപ്പോഴും. അതുകൊണ്ട് നമുക്കങ്ങനെ ACക്ക് പൈസ കൂടുതൽ, ACക്ക് പൈസ കുറവ്, അങ്ങനൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ടൈം വിളിക്കാം നമ്മുടെ ഹോട്ടലിൽ. ഓക്കെ, നമുക്ക് ഈ മിററിലേക്ക് വരാം. ഇത് ഒന്നുകൂടി എടുത്ത് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ശരിക്കും ഇതിൻ്റെ പേരറിയില്ല. അത് ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മൾ കുറച്ചാൾ പുറത്തായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പേരറിയാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്ക് ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ഇവിടെ നമുക്ക് വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് വല്ല മൃഗങ്ങളോ എന്തെങ്കിലും ജീവികളോ അല്ലെങ്കിൽ തണൽ നോക്കി ആരെങ്കിലും ഇവിടെ വിശ്രമിക്കണോ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ഈ അടിവശത്താണ്, ഈ ബമ്പറിൻ്റെ അടിവശത്ത് നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഈ മിററിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബമ്പറിൻ്റെ അടിയിലുള്ള എന്ത് കടുക്കടിയിൽ നമുക്ക് വ്യക്തമായി കാണാം. അതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡ്രൈവർക്ക് ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഫ്രണ്ട് വശം അടിവശം കാണാൻ പറ്റില്ല, ബമ്പറിൻ്റെ അടിവശം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ മിററിലേക്ക് നോക്കിയാൽ ബ്ലൈൻഡ് സ്പോട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള എന്ത് കെടുക്കണ്ടെങ്കിലും നമുക്കറിയാം. അതിനാണത്. അത് ഡ്രൈവർമാർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ഇടിപൊളി 2 വൈപ്പർ ഇതിലുണ്ട്. അത് ബട്ടർഫ്ലൈ ടൈപ്പാണ് 2 വൈപ്പർ. നല്ല രീതിയിൽ വൈപ്പ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഈ രേഖാതുള്ള പേര് എൻ്റെ വൈഫിൻ്റെ പേരാണ്. അതുപോലെ എൻ്റെ വൈഫിൻ്റെ നാളാണ് ഇത് എഴുതിയിട്ടുള്ള ഭാഗം. അപ്പോൾ ഇതിലെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ഹസ്ബൻഡ് ഒരു വൈഫാണ് എൻ്റെ മെയിൻ ഓപ്പറേറ്റേഴ്സ്. ഞാൻ തന്നെയാണ് ഡ്രൈവർ. എൻ്റെ ഒപ്പം ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ കിളി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് വരേണ്ടത് തൽക്കാലം എൻ്റെ വൈഫായിരിക്കും. അപ്പോൾ എവിടേക്കുള്ള ട്രിപ്പാണെങ്കിലും ഫാമിലി ട്രിപ്പോ സ്കൂൾ ട്രിപ്പോ കോളേജ് ട്രിപ്പോ എവിടേക്കാണെങ്കിലും കഴിഞ്ഞ ടൈം വിളിക്കാം. ഓക്കെ, വണ്ടിയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഈ ബോക്സാണ് കേട്ടോ. ഈ ബോക്സിലാണ് നമുക്ക് ബാറ്ററി വരുന്നതും അതുപോലെ സെപ്പറേറ്റ് നമുക്ക് ഇൻവെർട്ടർ വരുന്നുണ്ട്. നമുക്ക് TV മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഒരു ഇൻവെർട്ടർ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മളത് ആഡ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ അഡീഷണൽ വേറെ വലിയൊരു ബോക്സും കൂടി നമ്മുടെ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം ലഗേജൊക്കെ വയ്ക്കാം. നമുക്ക് ഈ വണ്ടി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഈ സൈഡിൽ 2 ഗ്ലാസ് ഉണ്ട്. ഗ്ലാസിൻ്റെ ഈ ഫിക്സ് ഗ്ലാസിൻ്റെ മുകളിൽ സെറ്റ് 2 ചെറിയ കോട്ടർ ഗ്ലാസ് കൊടുത്തിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തുറന്ന് വയ്ക്കാൻ പറ്റും കേട്ടോ. തുറന്ന് വയ്ക്കാം. അതേപോലെ നമുക്ക് ഉള്ളിലുണ്ട്, അത് ഉള്ളിലേക്ക് ഞാൻ കാണിക്കാം. പിന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഫ്ലോർ ഇതൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടാണ് കേട്ടോ. ഈ ഫ്ലോറ് നമ്മൾ ഈ സ്റ്റീൽ പ്ലേറ്റ് അടിച്ചിട്ടുള്ളൊക്കെ അഡീഷണൽ ഇതൊക്കെ നമ്മൾ കണ്ടില്ല സ്റ്റീൽ കവർ ചെയ്തിട്ടാണ് ഇതൊക്കെ. അമേരിക്കൻ ഡ്രൈവർ ക്യാബ് നമ്മൾ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്, ഡോറൊക്കെ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡ്രൈവർ ക്യാബ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ തിരിച്ചിട്ടുണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ അറിവിൽ വാർക്കപ്പോള വണ്ടിയിൽ ഇതൊരു ഡോറ് വെച്ച് സെപ്പറേറ്റ് തിരിച്ചായിട്ട് ഫസ്റ്റ് വണ്ടി തന്നെയാണെന്ന് തോന്നുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ എൻജിൻ റൂമിൻ്റെ മുകളിൽ അഡീഷണൽ അടിപൊളിയിട്ട് നല്ലൊരു ബർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ബാക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് വണ്ടിയിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. സോറി കേട്ടോ, ഒരു എന്താ പറയുക, ഒരു ക്ലിയർ അല്ലാത്ത രീതിയിലാണ് കിടന്നത്. അതുകൊണ്ട് റിയലി സോറി, ഒതുക്കി വയ്ക്കാൻ പറ്റിയില്ല. ഹെൽമെറ്റ് എൻ്റെ ബൈക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ബർത്ത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് ഒരാൾക്ക് നീണ്ടു നിവർന്ന് സുഖമായിട്ട് കിടക്കാം, അതേപോലെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ബാക്ക് സൈഡ് കാണുന്നത് നമ്മുടെ ടി വിയുടെ ബാക്ക് സൈഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെയാണ് ആമ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഡ്രൈവർ ക്യാബിലൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് പേരാമ്പലത്ത് സോന എന്ന് പറഞ്ഞ വർഷപ്പനാണ് കേട്ടോ. സോന ജോസഫേട്ടൻ വണ്ടി ഫീൽഡിലൊക്കെ എല്ലാവർക്കും അറിയാം. ജോസഫേട്ടനോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പറഞ്ഞ ദിവസം മുന്നേ തന്നു, 1 മാസം എന്നോട് പറഞ്ഞത് 30 to 35 ഡേയ്സ് പറഞ്ഞിരുന്നു. അതിന് മുന്നേ എനിക്ക് വണ്ടി കിട്ടിയിട്ടോ. ഓക്കെ, അപ്പോൾ ഡ്രൈവർ ക്യാബ് ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ കിളിക്ക് ഇരിക്കാനുള്ള സീറ്റാണ്. ഓക്കെ, കിളി മീൻസ് എൻ്റെ വൈഫാണ് വരിക എൻ്റെ കൂടെ. അപ്പോൾ ആൾക്കുള്ള സീറ്റാണിത്. പിന്നെ ഇതിൽ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ളത് മിനറൽ വാട്ടറിൻ്റെ ഒരു ഡിസ്പെൻസർ നമ്മളിൽ ആഡ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ പേര് ഡിസ്പെൻസർ എന്ന് ഞാൻ തോന്നുന്നു, എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റിന് ക്ഷമിക്കണം. ഇതിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കോൾഡ് വാട്ടറും ഉപയോഗിക്കാം, ഹോട്ട് വാട്ടറും ഉപയോഗിക്കാം. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് തണുപ്പിക്കാൻ വല്ലതും വേണമെങ്കിൽ ഇതിൽ അടിയിൽ നമുക്ക് ചെറിയൊരു കുഞ്ഞൊരു ഫ്രിഡ്ജുണ്ട്, അതിൽ നമുക്ക് തണുപ്പിക്കാനുള്ള സാധനങ്ങൾ വയ്ക്കാം. വെള്ളമോ അല്ലെങ്കിൽ വേറെ ഫുഡ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആ ഫുഡിൽ വയ്ക്കാം. അപ്പോൾ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ പാസഞ്ചറിന്, നമ്മുടെ വണ്ടിയിൽ വരുന്ന പാസഞ്ചേഴ്സിന് ഇത് വളരെ ഉപകാരപ്രദമാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഊട്ടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ ബോട്ടിലൊന്നും അവിടേക്ക് അലൗഡില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ പിടിച്ച് വയ്ക്കും. അപ്പോൾ ഇത് നമുക്ക് എവിടേക്ക് പോയാലും വളരെ ഉപകാരമാണ്. എന്ന് മാത്രമല്ല, ഇത് 40 സീറ്റിൻ്റെ വണ്ടിയിൽ നിന്ന് ഞാൻ ഒരു സീറ്റ് മാറ്റിയിട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം പാസഞ്ചേഴ്സിന് വേണ്ടി അത് പ്രത്യേകം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ 40 സീറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ ഓരോ സീറ്റിന് 900 നമ്മൾ 3 മാസം കൊണ്ട് അടയ്ക്കണം. ആ ഒരു സീറ്റ് ഒഴിവാക്കിയിട്ടാണ് എൻ്റെ വണ്ടിയിൽ വരുന്ന പാസഞ്ചേഴ്സിന് അവർക്ക് വെള്ളം നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹോട്ട് വാട്ടർ ആയാലും തണുത്ത വെള്ളമായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ അഡീഷണൽ ഇതിൽ ആഡ് ചെയ്തിട്ടാണ്. പിന്നെ നമുക്കിതിൽ എടുത്ത് പറയാനുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത പറയാൻ, നമുക്കിതിൽ ഓരോ സീറ്റിലും നമുക്ക് മൊബൈൽ ചാർജിങ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, 2 പോയിൻ്റ് ഉണ്ട്. ഇത് എല്ലാ സീറ്റിലും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ വർക്ക്, അത് ഇൻറ്റീരിയർ ഭാഗം. വീണ്ടും നമുക്ക് വണ്ടിയുടെ ഉൾവശത്തേക്ക് തന്നെ പോകാം. ഇതിൻ്റെ ഈ ഫ്ലോർ മാറ്റൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടാട്ടോ. ഇതൊക്കെ വീണ്ടും നമ്മൾ സോനലെല്ലാം ചെയ്തിട്ടാണ്, പിന്നീട് പോയി ചെയ്തിട്ടാണ്. അതുപോലെ ഇതിൽ വരുന്ന 1 2 3 4 6 സ്പീക്കറുണ്ട്. ഓരോ സൈഡിൽ 3 സ്പീക്കർ, 6 സ്പീക്കറുണ്ട് പൈനിയറിൻ്റെ. അതേപോലെ നമ്മുടെ മ്യൂസിക് സിസ്റ്റമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് വശം. എല്ലാ സീറ്റിലും നമ്മുടെ മൊബൈൽ ചാർജർ ഉണ്ട് കേട്ടോ. അത് വീണ്ടും ഞാൻ എടുത്ത് പറയാണ്, കണ്ടില്ലേ, ഓരോ ഈ 2 സീറ്റിലും ഇതുപോലെ 2 സീറ്റിലും ഈ 2 പോയിന്റ് ഉണ്ടാവും. വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടല്ലേ? വണ്ടിനെ പറ്റി എന്തെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ. ഇതിൽ കുറച്ചുകൂടി നമുക്ക് ലൈറ്റിൻ്റെ പണികൾ ബാക്കിയുണ്ട്, അതൊക്കെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറച്ച് ലൈറ്റിൻ്റെ പണികളുണ്ട്, വേറെ ഒന്നുമില്ല.
അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഒരുപാട് ആൾക്കാർ പല രീതിയിൽ ചോദിച്ചിരുന്നു, അതാണ് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് TV. പിന്നെ വീണ്ടും എടുത്ത് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ AC പോണ സമയത്ത് ആളുകൾക്ക് AC നല്ല തണുപ്പുണ്ട്, ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ, AC വേണ്ടെന്നുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിൽ, പക്ഷേ അത് AC ഓടുന്ന വണ്ടിയാണ്, ഫിക്സ് ക്ലാസ് ആയതുകൊണ്ട്. അങ്ങനെ ആളുകൾക്ക് വല്ല അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് തുറന്നു വയ്ക്കാം, നമുക്ക് ഇത് മുകളിലേക്ക് തുറന്നു വയ്ക്കാം. ഇതേപോലത്തെ ഫ്രണ്ടിലുണ്ട്, അതേപോലെ ബാക്ക് സൈഡിലുണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും തുറന്നു വയ്ക്കുകയും ചെയ്യാം, അതേപോലെ തുറന്ന് വെച്ച് ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ ഉള്ളിലേക്ക് ഇത് ടോപ്പ് വശം തുറക്കുമ്പോൾ ഉള്ളിലേക്ക് ടെസ്റ്റ് ഒന്നും കയറില്ല, മുകളിലേക്ക് വലിച്ചു പോകുള്ളൂ. അങ്ങനെ ഗുണമുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ 2 ഫിക്സ് ഗ്ലാസിൻ്റെ ടോപ്പ് സൈഡിലും അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ചെറിയ വിൻഡോ ഉണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിലത്തെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് 2 സൈഡിലത്തെ 2 വിൻഡോ മൊത്തം 4 നമുക്ക് തുറന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് എയർ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതുപോലെ എല്ലാ സീറ്റിൻ്റെ അടിയിലും നമുക്ക് ലെഗ് റെസ്റ്റ് ഉണ്ട്, അതേപോലെ ഹാൻഡ് റെസ്റ്റും ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് മൊബൈൽ വെക്കണമെങ്കിൽ മൊബൈൽ ഹോൾഡർ ഉണ്ട്. അത് മറ്റുള്ള എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ, പിന്നെ ബുക്കോ ചെറിയ ചെറിയ പേപ്പേഴ്സോ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും കൂടി വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ട്രിപ്പ് ഹോൾഡിങ് എടുത്ത് വീണ്ടും പറയുന്നത്, ട്രിപ്പ് ഹോൾഡിങ് നമ്മളെ ഏത് സമയത്ത് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ.